ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന 3000 കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ പറ്റുന്ന തരത്തിലുള്ള കോഡ്സും കണക്ഷനൊക്കെ ആയിട്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ 4 ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ക്ലാസ്സസ് ഒക്കെ കാണുക, ഫോളോ ചെയ്യുക കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ട്രാൻസ്ലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് അതേഴ്സ് എന്ന പുസ്തകം രചിച്ചതാര്? ആരാ? ജുംബ ലാഹിരിയാണ് കേട്ടോ. ട്രാൻസ്ലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് അതേഴ്സ് എന്ന പുസ്തകം രചിച്ചാരാണ്? ജുംബ ലാഹിരി. നമുക്കൊരു കണക്ഷൻ കൊടുത്താലോ? ഈ ജുംബ ലാഹിരി എന്ന് പറയുമ്പോൾ നമുക്ക് ലഹരി എന്നുള്ള വാക്ക് ആലോചിക്കാമല്ലോ. ലഹരി, ഈ ലഹരിയൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാർ സംസാരിക്കണതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അധികം മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതിനെന്തായാലും ട്രാൻസ്ലേറ്റിങ്ങിന് ആരെങ്കിലുമൊക്കെ വേണമെന്ന് ആലോചിക്കാം. അപ്പോൾ ട്രാൻസ്ലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് അതേഴ്സ് എന്ന പുസ്തകം രചിച്ചാരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജുംബ ലാഹിരി എന്നുള്ളത് ഓർക്കുക കേട്ടോ. അപ്പോൾ ബുക്സ് ആൻഡ് ഓതേഴ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ 3000 കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യാം കേട്ടോ. ഈ ഒരു സെക്ഷൻ കുറച്ചൊന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്യാം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് കയറാം. 2021 സെപ്റ്റംബറിൽ അന്തർദേശീയ പരിസ്ഥിതി ടാഗായിട്ടുള്ള ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ബീച്ചുകൾ ഏതൊക്കെയാണ്? കോവളം ബീച്ച് ഉണ്ട്, തമിഴ്നാടാണ് കേട്ടോ, ഓർക്കണേ. കോവളം തമിഴ്നാടും അതുപോലെ തന്നെ ഏതൻ പുതുച്ചേരിയാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. അതായത് നമ്മുടെ ഏതൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൻ തോട്ടമൊക്കെ ആലോചിക്കാമല്ലോ, അല്ലെ? ആദം ഹവയൊക്കെയുള്ള ഏതൻ തോട്ടം ആലോചിക്കാം. അപ്പോൾ ഈ ഏതൻ തോട്ടത്തിൽ നന്നായിട്ട് വളം ഇട്ടു എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. ഏതൻ തോട്ടത്തിലൊക്കെ നന്നായിട്ട് വളം ഇട്ടു, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ചു എന്നുള്ള രീതിയിലൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ 2021 സെപ്റ്റംബറിൽ അന്തർദേശീയ പരിസ്ഥിതി ടാഗായിട്ടുള്ള ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ബീച്ചുകൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോവളവും അതുപോലെ തന്നെ ഏതൻ. ഓക്കെ, കോവളം പ്രത്യേകം ശ്രദ്ധിക്കുക, അത് തമിഴ്നാട്ടിലാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ് നോക്കാം. അന്തരിച്ച പ്രശസ്ത ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന് സ്മാരകം നിർമ്മിക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥലം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ താമരപ്പാക്കം. ഓർത്ത് വയ്ക്കുക, SP ബാലസുബ്രഹ്മണ്യത്തിന് സ്മാരകം നിർമ്മിക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥലം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ താമരപ്പാക്കം കേട്ടോ, താമരപ്പാക്കം. അടുത്ത പോയിന്റിലേക്ക് കയറാം. നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതി ഏതാണ്? ഉഷസ്. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാൻ. നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ്. ഒരു ചെറിയ കണക്ഷൻ കൊടുക്കാം. ഈ ചേരിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ ഇത്തിരി ഉഷാറായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ്. ഉഷാറാക്കുക, ഉഷസ്, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത പോയിന്റ്, 2021 സെപ്റ്റംബറിൽ പ്രൊഫഷണൽ ബോക്സിംഗ് പോരാട്ടത്തിനിടെ ഇടിയേറ്റ് മരണത്തിന് കീഴടങ്ങിയ വനിതാ ബോക്സിംഗ് താരമാരെന്ന് ചോദിക്കുകയാണെങ്കിൽ ജീനറ്റ് സക്കറിയ സാപ്പാറ്റ. ഓക്കെ, 2021 സെപ്റ്റംബറിൽ പ്രൊഫഷണൽ ബോക്സിംഗ് പോരാട്ടത്തിനിടെ ഇടിയേറ്റ് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള വനിതാ ബോക്സിംഗ് താരമാരാണ്? ജീനറ്റ് സക്കറിയ സാപ്പാറ്റ. ചെറിയൊരു കണക്ഷനാണ്. ജീവനറ്റ് എന്നൊക്കെ ആലോചിക്കാം. ഇടിയേറ്റൊക്കെ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള വനിതയാണ് ബോക്സിങ്ങിൽ. അപ്പോൾ ജീവനറ്റ്, ജീനറ്റ് സക്കറിയ സാപ്പാറ്റ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മെക്സിക്കോ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ജീന സക്കറിയ സാപ്പാറ്റ ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മെക്സിക്കോക്കാരിയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സിംഗപ്പൂരിലെ ആദ്യ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഇന്ത്യൻ വംശജൻ ആരാ? പ്രീതം സിംഗ്. സിംഗപ്പൂരിലെ ആദ്യ പ്രതിപക്ഷ നേതാവാണ് പ്രീതം സിംഗ്. പ്രതിപക്ഷ നേതാവാണ് പ്രീതം സിംഗ്. സിംഗപ്പൂരിലെ ആദ്യ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഇന്ത്യൻ വംശജൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രീതം സിംഗ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 2020 കണക്ക് പ്രകാരം ലോകത്തിലെ 75% കടുവകളും കാണപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ്. 2020 ബൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചൈന. നമുക്കറിയാലോ, ഒരുവിധപ്പെട്ട അസുഖങ്ങളൊക്കെ ചൈനയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ 2020 ബൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചൈനയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ഏതാ? ചേലാമ്പ്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ചേലാമ്പ്ര. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ പ്രഥമ ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോൾ എന്താ? ഫസ്റ്റ് എയ്ഡ് ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് എയ്ഡിനൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയ ഒരാൾ റോട്ടിലോ ഒക്കെ വീണ് കിടക്കുകയാണെങ്കിൽ നമ്മൾ വേഗം പറയില്ലേ, വേഗം ചെല്ലാൻ പറയൂ എന്നൊക്കെ നമ്മൾ പറയില്ല ആരോടെങ്കിലും. വേഗം ചെല്ലൂ, അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കൂ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുക. ചെല്ലാൻ പറയൂ, ചേലാമ്പ്ര എന്നുള്ള രീതിയിൽ ആലോചിക്കട്ടെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? ചേലാമ്പ്ര. പോക്സോ ഭേദഗതി പ്രകാരം ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള പരമാവധി ശിക്ഷ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വധശിക്ഷ. ഓക്കെ, പോക്സോ ഭേദഗതി പ്രകാരമാണ് ഏറ്റവും ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള പരമാവധി ശിക്ഷ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വധശിക്ഷയാണെന്നുള്ള ഓർക്കുക. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 5 ആണ് കേട്ടോ. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. ബിൽ ആൻഡ് മെലിൻസ് ഫൗണ്ടേഷന്റെ നല്ല ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് 2021 ചേഞ്ച് മേക്കർ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ
ഫൈറൂസ് ഫൈസ ഭീത്തർ. ഓക്കെ, ബിൽ ആൻഡ് മെലിൻസ് ഫൗണ്ടേഷന്റെ നല്ല ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട്, എന്താണ് പ്രോത്സാഹിപ്പിച്ചത്? നല്ല ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് 2021 ചേഞ്ച് മേക്കർ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഫൈറൂസ് ഫൈസ ഭീത്തർ. നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. നല്ല ആരോഗ്യവും ക്ഷേമവുമാണ്, അതുപോലെ തന്നെ ചേഞ്ച് മേക്കർ അവാർഡ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഫൈറൂസ്. അപ്പം നല്ല പൈസയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മൊത്തം ഒരു ചേഞ്ച് മേക്കറൊക്കെ വന്നു, നല്ല ആരോഗ്യവും ക്ഷേമത്തിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ വൈറ്റ് ടോപ്പ് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴയാണ്. വൈറ്റ് ടോപ്പ് റോഡ് എന്ന് പറഞ്ഞാൽ സിമെന്റ് ഒക്കെ വെച്ചിട്ടുള്ള റോഡാണ്, വൈറ്റ് കളറിലൊക്കെ കേട്ടോ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വൈറ്റ് ടോപ്പ് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ. ഓക്കെ, ആലപ്പുഴ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച ചേങ്ങര ഭൂസമര നായകൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ലാഹ ഗോപാലൻ. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച ചെങ്ങറ ഭൂസമര നായകൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ലാഹ ഗോപാലൻ എന്ന് ഓർത്തു വയ്ക്കുക. ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ വിലയിൽ നൽകാനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാ? സുഭിക്ഷ അല്ലേ? ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായിട്ടുള്ള വിലയിൽ നൽകാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? സുഭിക്ഷ. സുഭിക്ഷമായിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം, അങ്ങനെയൊക്കെ ആലോചിക്കാം. ഏത് വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് സുഭിക്ഷ പദ്ധതി നടപ്പിലാക്കുന്നത്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. അതെല്ലാവർക്കും അറിയായിരിക്കും. ആദ്യത്തെ സുഭിക്ഷ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ തീരുമാനിച്ചുള്ള സ്ഥലം ഏതാണ്? ആലപ്പുഴ. അപ്പോൾ ഒരു പുഴയുടെ സൈഡിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് സുഭിക്ഷമായിട്ട് ഫുഡ് കഴിക്കാമെന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ സുഭിക്ഷ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ. ആലപ്പുഴ നമ്മൾ തൊട്ടുമുമ്പ് എന്താ പഠിച്ചത്? കേരളത്തിലായിട്ട് വൈറ്റ് ടോപ്പ് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്തൊക്കെ പഠിക്കാട്ടോ, മുമ്പ് പഠിച്ചുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരാം. പ്രോമിസ് മീ ഡാഡ് എന്ന കൃതിയുടെ രചയിതാവ് ആരാ? ജോ ബൈഡൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോമിസ് മീ ഡാഡ് എന്ന കൃതിയുടെ രചയിതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജോ ബൈഡൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. അതായത് ഡാഡൊക്കെ ബൈ ഒക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ കുട്ടി എന്ത് പറയും? പ്രോമിസ് മീ ഡാഡ്, പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ പ്രോമിസ് മീ ഡാഡ് എന്നൊക്കെ പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രോമിസ് മീ ഡാഡ് എന്ന കൃതിയുടെ രചയിതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജോ ബൈഡൻ എന്നുള്ളത് ഓർക്കുക. 2021 സെപ്റ്റംബറിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾഡ് പ്രോഗ്രസ് അവാർഡ് നേടിയത് ഷെയ്ഖ് ഹസീന. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾഡ് പ്രോഗ്രസ് ആണ്. ഭയങ്കര പ്രോഗ്രസ് ഒക്കെ കിട്ടി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തെന്ന് ആലോചിക്കാമല്ലോ. ഷെയ്ഖ് ഹസീന കേട്ടോ, ഷെയ്ഖ് ഹസീന ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അപ്പോൾ ചിരിച്ചു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഹസ്ന, ഹിന്ദിയിലൊക്കെ നമ്മൾ ഹസ്ന പറയില്ല, അപ്പോൾ അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക, ഷെയ്ഖ് ഹസീന. സൂയിസ് കനാലിലെ ജലഗതാഗതം ഒരാഴ്ചയോളം തടസ്സപ്പെട്ടതിന് 100 കോടി അമേരിക്കൻ ഡോളർ നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്ന് പ്രസ്താവിച്ചിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈജിപ്താണ്. അപ്പോൾ 100 കോടി അമേരിക്കൻ ഡോളറാണ് അവർ നഷ്ടപരിഹാരത്തിന് ആവശ്യപ്പെട്ടതെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഈജിപ്ത് ആണെന്നും കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്തത് വന്ദേ ഉത്കല ജനനി ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനമാണ്? ഒഡീഷയാണ് കേട്ടോ. വന്ദേ ഉത്കല ജനനി ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒഡീഷ. കന്നുകാലികളുടെ സംരക്ഷണത്തിനായിട്ട് 2020 ഗോ ക്യാബിനറ്റ് രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സംസ്ഥാനം മധ്യപ്രദേശ് കേട്ടോ. ഗോ ക്യാബിനറ്റ് കന്നുകാലികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് 2020 ഗോ ക്യാബിനറ്റ് രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മധ്യപ്രദേശ്. UN സുരക്ഷാ സമിതി വിപുലപ്പെടുത്തുവാനും കൂടുതൽ അംഗങ്ങൾക്ക് വീറ്റോ അധികാരം നൽകുന്നതിനും ആവശ്യം ഉന്നയിച്ച് കൂട്ടായ്മയായിട്ടുള്ള G4 എന്ന സംഘടനയിലെ അംഗരാജ്യങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ G4 കേട്ടോ. G4 എന്ന സംഘടനയിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാ? 4 ഉണ്ടാവുമല്ലോ. ഏതൊക്കെയാണ്? ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി, ജപ്പാൻ. നമുക്കൊരു ചെറിയ കോഡ് കൊടുക്കാം. ബിഗ് ജെ എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഏതൊക്കെയല്ലേ? ഇവിടെ നോക്കി, ബി എന്ന് പറയുമ്പോൾ ബ്രസീൽ, ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ജി എന്ന് പറഞ്ഞാൽ ജർമ്മനി, പിന്നെ ജപ്പാൻ. ബിഗ് ജെ എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. G4ന്റെ ബിഗ് ജെ. 2021 സെപ്റ്റംബറിൽ ഏത് യൂറോപ്യൻ നഗരത്തിലാണ് ബിറ്റ്കോയിന്റെ ഉപജ്ഞാതാവ് സന്തോഷി നക്കാമോട്ടോയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ബുഡാപെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ 2021 സെപ്റ്റംബറിൽ ഏത് യൂറോപ്യൻ നഗരത്തിലാണ് ബിറ്റ്കോയിൻ്റെ ആണ് ഉപജ്ഞാതാവായിട്ടുള്ള സന്തോഷ് നക്കാമോട്ടോയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്? ബുഡാപെസ്റ്റ് ആണ്. നമുക്കൊരു കണക്ഷൻ കൊടുക്കാം. ഈ ബിറ്റ് കോയിൻ എന്നൊക്കെ പറയുമ്പോൾ കോയിൻ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഏതാണ്ട് റൗണ്ട് ഒക്കെ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതൊരു മുട്ടയുടെ ഷേപ്പാണെന്നൊക്കെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ബിറ്റ് കോയിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സന്തോഷി നക്കാമോട്ടോ ആണെന്നുള്ള ആലോചിക്കുക. അതേപോലെ തന്നെ ഈ ബിറ്റ് കോയിനൊക്കെ ഒരുപാട് കയ്യിലുണ്ടെങ്കിൽ അവർ ഭയങ്കര ബഡാ പാർട്ടി എന്നൊക്കെ നമ്മൾ വെറുതെ പറയില്ലേ, കുറേ കാശൊക്കെ ഉണ്ട്, ഭയങ്കര ബഡയാണെന്നുള്ള രീതിയിൽ ബുഡാപെസ്റ്റ് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത നോക്കാം. സമീപകാലത്ത് വാർത്താ പ്രാധാന്യം നേടിയ പ്രഫുൽ പട്ടേൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു? ലക്ഷദ്വീപാണ്. സമീപകാലത്ത് വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള പ്രഫുൽ പട്ടേൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലക്ഷദ്വീപ്. നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗവർണറും ചീഫ് മിനിസ്റ്ററും അതിൻ്റെയൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എക്സാം അടുക്കും തോറും നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ വേണമെങ്കിൽ ഇതേപോലെ ഒരു സെക്ഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് സെക്ഷൻ ചെയ്യാം. അടുത്ത പോയിന്റ് നോക്കാം. മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന് സുമംഗൽ എന്ന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? സുമംഗൽ ഏത് സംസ്ഥാന? ഒഡീഷ. മിശ്ര വിവാഹമാണ്
അപ്പോൾ മിശ്ര വിവാഹമൊക്കെ കഴിയുമ്പോൾ ഓടിപ്പോകുന്നോ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന് സുമംഗൽ എന്ന പോർട്ടൽ ആരംഭിച്ചുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഒഡീഷ എന്നുള്ളത് ഓർക്കുക കേട്ടോ. അടുത്ത് നോക്കാം. കാലിഫോർണിയയിൽ കാട്ടുതീ പടർന്നു പിടിച്ചതിനെ തുടർന്ന് സുരക്ഷാ കവചം നൽകപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ മരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജനറൽ ഷെർമാൻ ആണ്. അപ്പോൾ കാലിഫോർണിയയിലാണ് ഈ കാട്ടുതീ പടർന്നു പിടിച്ചത്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ മരത്തിനൊരു സുരക്ഷാ കവചമൊക്കെ നൽകപ്പെട്ടു. അത് ഏത് മരമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജനറൽ ഷെർമാൻ ആണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ആ മരത്തിന് അത്രയും സുരക്ഷ കൊടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ ആ മരത്തിൻ്റെ മുകളിൽ ഒരു ഷെയർ ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുക, ഒരു സിംഹം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും സുരക്ഷയൊക്കെ കൊടുത്തതെന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ ഷെയർമാൻ എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. കാലിഫോർണിയയിൽ കാട്ടുതീ പടർന്നു പിടിച്ചതിനെ തുടർന്ന് സുരക്ഷാ കവചം നൽകപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ മരം ഏതാണ്? ജനറൽ ഷെർമാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് സ്കിൽ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ഒഡീഷ. അപ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ, ഈ ഓടുമ്പോഴൊക്കെ നമുക്ക് നല്ല സ്കില്ല് വേണം എന്നൊക്കെ ആലോചിക്കാം അല്ലേ? ഫസ്റ്റ് ആവണമെങ്കിലൊക്കെ നമുക്ക് നല്ല സ്കില്ല് വേണം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് സ്കിൽ സെന്റർ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒഡീഷയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഓർക്കാം. ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? സ്റ്റീവോയാണ്. ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? സ്റ്റീവോയാണ്. അപ്പോൾ നമുക്ക് സ്പിരിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്റ്റൗവൊക്കെ ആലോചിക്കാമല്ലോ. നമ്മുടെ സ്റ്റൗവിൽ നമ്മൾ മണ്ണെണ്ണയൊക്കെ ഒഴിക്കാമല്ലോ, അതുപോലെ തന്നെ സ്പിരിറ്റ് എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? സ്റ്റീവോ എന്നുള്ളത് ഓർക്കുക. ഏത് മേഖലയുടെ ഉദ്ധാരണത്തിനായി ആരംഭിച്ച ക്യാമ്പയിനാണ് ഹൂനാർ ഹട്ട്? കരകൗശല വികസനമാണ് കേട്ടോ. ഒരു ചെറിയ കണക്ഷൻ കൊടുക്കാം. നമ്മൾ ഈ ഹട്ട്, നമ്മൾ ഈ ക്ലേ ഒക്കെ വെച്ചിട്ടും ഒക്കെ ഹട്ടൊക്കെ ഉണ്ടാക്കാറില്ലേ? അപ്പോൾ അതൊക്കെ ഒരു ക്രാഫ്റ്റാണ്, കരകൗശലം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ ഏത് മേഖലയുടെ ഉദ്ധാരണത്തിനായിട്ട് ആരംഭിച്ച ക്യാമ്പയിനാണ് ഹൂനാർ ഹട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ കരകൗശല വികസനം. DDCA ഓംബുഡ്സ്മാനായി നിയമിതയായിട്ടുള്ള മുൻ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ഇന്ദു മൽഹോത്ര. അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. DDCA ഓംബുഡ്സ്മാനായി നിയമിതയായിട്ടുള്ള മുൻ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ഇന്ദു മൽഹോത്ര. തിരുവനന്തപുരം വിമാനത്താവളം അദാനി എന്റർപ്രൈസ് എത്ര വർഷത്തേക്കാണ് പാട്ടത്തിനെടുത്തത്? എത്ര വർഷം? 50 വർഷം. അപ്പോൾ അദാനി എന്റർപ്രൈസസ് 50. അദാനി എന്റർപ്രൈസ് എത്ര വർഷത്തിനാണ് എടുത്തിട്ടുള്ളത്? 50. നല്ല രീതിയിലൊക്കെ ഓർത്ത് വെച്ചേക്കുക. തിരുവനന്തപുരം വിമാനത്താവളം അദാനി എന്റർപ്രൈസ് എത്ര വർഷത്തേക്കാണ് പാട്ടത്തിനെടുത്തിട്ടുള്ളത്? 50 എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.